നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് ഇനിയും 23-ാം തീയതി ഉള്ളവർക്ക് 10 ദിവസം കൂടെ മാത്രമേ സമയമുള്ളൂ. അപ്പോൾ 10 ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്ന് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, 10 ദിവസമേ ഉള്ളൂ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 20 ദിവസത്തെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് കുറച്ചേറെ പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4000-5000 പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. ആ 5000 പേര് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മാർക്കും വാങ്ങിക്കുന്നുണ്ട്, കമൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, അതായത് 20 ദിവസം ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക്, അതല്ല എന്നുണ്ടെങ്കിൽ കുറേ പേരൊക്കെ ഈ 10 ദിവസം ഉള്ളപ്പോൾ തന്നെ കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്നവരുണ്ട്. ഇതുവരെയും പഠിച്ചിട്ടും എങ്ങും എത്തിയിട്ടില്ല എന്ന് മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഇനി നമ്മുടെ മുമ്പിൽ വെറും 10 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിൽ 10 ദിവസം മാത്രമേ ഉള്ളൂ. ഈ 10 ദിവസം നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും? ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരോടുകൂടെ പറയുകയാണ്, പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് 10 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു 75% കംപ്ലീറ്റഡ് ആണ്, പക്ഷെ ഒന്നും ക്ലിയർ ആയിട്ടില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നവരോട് പറയാം, അത് നിങ്ങളുടെ തോന്നലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിരിക്കും. 75% പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും. നമുക്ക് തോന്നുവാണ് പഠിച്ചു തീർന്നിട്ടില്ല എന്ന്. ഇനി കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം LDC മെയിൻസിന്റെ ആദ്യത്തെ പരീക്ഷ നടന്നു കഴിഞ്ഞു. ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടു കാണും. അതിനകത്തെ ക്വസ്റ്റ്യന്റെ പാറ്റേണിന്റെ മാറ്റവും കണ്ടു കാണും. അത് നിങ്ങൾ ചെയ്തും നോക്കി കാണും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട കാര്യം, നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ കോച്ചിങ് ഒരു 6-7 മാസമായി തുടങ്ങിയിട്ട്, ആ തുടങ്ങിയ സമയം തൊട്ടേ നമ്മൾ പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് മെത്തേഡാണ് ഇനിയും തൊട്ട് ഫോളോ ചെയ്യുന്നത്. അന്ന് തൊട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് മെത്തേഡിലെ മോക്ക് ടെസ്റ്റുകളാണ് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളും തരുന്നത്. അപ്പൊ ഇതുവരെ അത് ഫോളോ ചെയ്തിട്ടില്ലാത്ത കുട്ടികളോട് പറയുകയാണെങ്കിൽ, ഈ 10 ദിവസം, അതായത് 10 ദിവസത്തിൽ ഇന്നത്തെ ദിവസം വിട്ടേക്കാം, നാളെ തൊട്ട് നമുക്ക് 9 ദിവസം കിട്ടുന്നുണ്ട്. ഈ 9 ദിവസം നമ്മൾ ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം മീൻസ് വീട്ടമ്മമാർക്ക് ഫോളോ ചെയ്യാൻ പ്രയാസമായിരിക്കും, പക്ഷെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ 9 ദിവസത്തിൽ 8 മണിക്കൂർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ നമുക്ക് എത്ര മണിക്കൂർ കിട്ടുന്നുണ്ട്? 9 × 8 72 മണിക്കൂറിനടുത്ത് നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ഈ 72 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് റിവിഷൻ ടെക്നിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് സമഗ്രയുടെ ക്വസ്റ്റ്യൻ പൂള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പൂള് റെഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസും SCRTയിൽ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം സമഗ്രയ്ക്കകത്ത് 1-ാം ക്ലാസ് മുതൽ ഏകദേശം 12-ാം ക്ലാസ് വരെ അവർ ഫുൾ സിലബസ് വൈസ് നോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പൂളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ സിലബസ് എടുക്കുക. നിങ്ങളുടെ സിലബസ് എടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് ഓരോ ചാപ്റ്റർ എടുക്കുക. ചാപ്റ്റർ എടുത്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ഒന്ന് വായിക്കുന്ന സമയത്ത് നിങ്ങൾ അടയാളപ്പെടുത്തി പോകാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയ പോയിന്റ്സ് എന്തെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്ററിൻ്റെയും ആ വായന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പൂളിലേക്ക് പോവുക. ക്വസ്റ്റ്യൻ പൂളിലേക്ക് പോയിട്ട് 1-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഏകദേശം ഒരു 40 ക്വസ്റ്റ്യൻ ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, 42 ക്വസ്റ്റ്യൻ, 30 ക്വസ്റ്റ്യൻ ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഓരോന്നും നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് അടിസ്ഥാനപ്പെടുത്തി വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാൻ തനിയെ ശ്രമിച്ച് നോക്കുക. കുറേയൊക്കെ നമ്മൾ വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 40 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 35 എണ്ണത്തിനെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കും. അത് ഏറ്റവും നല്ലൊരു റിവിഷൻ ടെക്നിക്കാണ്. ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഈ 9 ദിവസം നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നല്ലൊരു റിവിഷനും കിട്ടും. കൂട്ടത്തിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് സന്തോഷിക്കാനുള്ള വകയുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് എക്സാംസിനെല്ലാം SCRT ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് പേടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ക്വസ്റ്റ്യൻ പൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചവർക്കറിയാം അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വായിക്കുന്ന കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, സമഗ്ര മറ്റൊരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയാൻ വയ്യാത്തവർക്കായിട്ട് പറയാണ്, സമഗ്ര എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സമഗ്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് HSC, SSC അങ്ങനെ VHSC കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് HSC വേണമെന്നുണ്ടെങ്കിൽ, ഹയർ സെക്കൻഡറി ആണ് വേണമെങ്കിൽ, അവിടെ +1 +2ൻ്റെ എല്ലാ ചാപ്റ്റേഴ്സ് വൈസ് നോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കും. അതല്ല SSC ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഹൈസ്കൂൾ ലെവലിലുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്ക് 8, 9, 10 കിട്ടുന്നതായിരിക്കും. അവിടെ പോയിട്ട് നിങ്ങൾക്ക്
ഏത് സബ്ജക്റ്റ് ആണ്, ഇപ്പോൾ ജോഗ്രഫി വേണമെങ്കിൽ ജോഗ്രഫി, ഹിസ്റ്ററി വേണമെങ്കിൽ ഹിസ്റ്ററി, അതല്ല പൊളിറ്റിക്കൽ സയൻസ് വേണമെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ചെല്ലുക, ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചാപ്റ്റേഴ്സിന്റെ പേര് നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ ചാപ്റ്റർ അടിച്ചു വെച്ച് നോക്കിയിട്ട് ജസ്റ്റ് ആദ്യം നിങ്ങൾ ചാപ്റ്റർ ഒന്ന് വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ പൂൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ തനിയെ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സയൻസിന്റെ സമഗ്ര ചെയ്യാമോ എന്നുള്ളത്, ക്വസ്റ്റ്യൻ പൂൾ ചെയ്യാമോ എന്നുള്ളത്. അപ്പം സയൻസിന്റെ ക്വസ്റ്റ്യൻ പൂൾ നമ്മൾ ഇന്നോട്ട് തന്നെ ചെയ്തു തുടങ്ങുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പൂൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാം കൂടെ നമ്മൾ പറയത്തില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നതും PSC ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സയൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പൂൾ ചെയ്ത് കാണിക്കാം. അത് ചെയ്ത് കാണിക്കാൻ മീൻസ് നമ്മൾ ഇവിടെ വന്ന് ക്ലാസ് എടുത്ത് കാണിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ മാത്രം ചെയ്ത് കാണിക്കാം. കുറച്ച് പേരെങ്കിലും ചെയ്ത് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളോട് പറയേണ്ടത് ഏറ്റവും നല്ല റിവിഷൻ ടെക്നിക്ക് ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യാനുള്ളത്. ഇനി 10 ദിവസം മാത്രം കോൺഫിഡൻ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും മാത്സും ഇംഗ്ലീഷും മലയാളവും നല്ല രീതിയിൽ മുറുക്ക പിടിക്കുക. കൂട്ടത്തിൽ ഈ സമഗ്രയുടെ റിവിഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 10 ദിവസം അല്ലെങ്കിൽ ഈ 72 മണിക്കൂർ മിനിമം നിങ്ങളൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും ഇനി നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുക. ഉറപ്പായിട്ടും നമുക്ക് പ്രിലിമിനറി കടക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഉറപ്പായിട്ടും നല്ല അടിസ്ഥാനപരമായിട്ട് പഠിച്ചേ നോക്കൂ. ഇനിയെങ്കിലും റാങ്ക് ഫയലിന്റെ ഫാക്സുകളിൽ നിന്നും ഒഴിവാവാത്തവരാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക. അതിനുശേഷം ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് തന്നെ കാര്യങ്ങളെ കണ്ടിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.